ഹേ ഗായ്സ്, ഇന്ന് നമുക്കിതിൽ കാണുന്ന ഒരു ഈസി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്കാണ് ആവശ്യമുള്ളത്. കട്ടിയുള്ള ബാംബൂ സ്റ്റിക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ബാംബൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ എല്ലാം ഒന്ന് വെച്ച് നോക്കിയതായിരുന്നു. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഒരു ഡയമണ്ട് ഷേപ്പിൽ എടുക്കുക. എൻ്റെ ഈ ഒരു ബാംബൂ സ്റ്റിക്കിൻ്റെ നിബിൽ വന്നിട്ട് കുറച്ച് ഷാർപ്പായിട്ടുള്ളതായിരുന്നു. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബാംബൂ സ്റ്റിക്ക് നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നല്ല കട്ടിയുള്ള ബാംബൂ സ്റ്റിക്ക് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് ഇതിൻ്റെ ഈ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന എഡ്ജസിലൊക്കെ ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കാം. B700ൻ്റെ ഗ്ലൂവിനേക്കാളും ഇത് നമ്മുടെ ഗ്ലൂ ഗണ്ണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് യൂസ് ചെയ്ത് നോക്കിയില്ല. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആദ്യമേ ഇതെടുത്തത്. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ രണ്ട് സ്റ്റിക്സ് എടുത്തിട്ട് ഇതുപോലെ മേളിലോട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ ജോയിൻ ചെയ്ത പോർഷനിൽ താഴോട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ആദ്യമൊക്കെ കുറച്ച് പാടായിട്ട് തോന്നും അതൊന്ന് സ്റ്റിക്കായി വരാൻ വേണ്ടി. ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം ഇരിക്കും. ആദ്യമേ നല്ലൊരു ഗ്ലൂ എടുത്തു കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് പെയിൻറ്റ് ചെയ്ത് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ കട്ടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ലീവ്സ് ഒക്കെ ഇട്ട് അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.